ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 24-ാം അധ്യായം 31-ാം തിരുലിഖിതം. വലിയ കാഹളധ്വനികളോടെ അവൻ തൻ്റെ ദൂതന്മാരെ അയക്കും. അവർ ആകാശത്തിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ 4 ദിക്കുകളിൽ നിന്ന് അവൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് പരസ്പരം പഠിപ്പിക്കുക എന്നതിനെ കുറിച്ചാണ്. ഹെബ്രായ ലേഖനം 3-ാം അധ്യായം 13-ാം തിരുലിഖിതം. ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന കാലം ഉള്ളിടത്തോളം കാലം നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ. ഇത് നിങ്ങൾ പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിന ഹൃദയരാകാതിരിക്കാൻ വേണ്ടി അത്രേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മണിക്കൂറിൽ ദൈവമായ കർത്താവ് എന്നെയും നിങ്ങളെയും ഇന്ന് ലക്ഷോപലക്ഷം ദൈവമക്കളുടെ കൂട്ടായ്മയിൽ ഉണർത്തിയിരിക്കുകയാണ്. ഇന്ന് ഞാനും നിങ്ങളും പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ യേശുക്രിസ്തുവിനെ നാമം വിളിച്ച് കരയുമെങ്കിൽ, യേശുക്രിസ്തുവിനെ നാമത്തെ ആരാധിക്കുമെങ്കിൽ അവിടെ വലിയ വിടുതലുണ്ട്, വലിയ വിടുതലുണ്ട്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. കോയമ്പത്തൂരുള്ള കാരമട എന്ന സ്ഥലത്ത് കരുണയില്ലം എന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റർ ആനി സേവിയർ FCCയുടെ അനുഭവമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. ഞാൻ വർഷങ്ങളായി തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യുന്നു. ഏകദേശം 2 വർഷത്തോളമായി ഇപ്പോൾ എനിക്ക് സ്കിൻ അലർജി മൂലം വളരെ കഷ്ടമാണ്. ഈ അസുഖ നിമിത്തം എൻ്റെ മുഖത്തെല്ലാം കറുത്ത പാടുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. കാണുന്നവരെല്ലാം ഇതിനെപ്പറ്റി ചോദിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒപ്പം എൻ്റെ കയ്യിലെ തൊലി പോവുകയും ചെയ്യാൻ തുടങ്ങി. ഇതിനു വേണ്ടിയുള്ള പല പല ട്രീറ്റ്മെൻറ്റുകളും എൻ്റെ കോൺവെൻറ്റിലെ മദറിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ ചെയ്തു. കയ്യിലെ അടയാളങ്ങളും പാടുകളും അത് ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു. മുഖത്തെ കറുത്ത പാടുകൾ കൂടിക്കൂടി വന്നു. 3 മാസത്തോളമായി ഞാൻ മരുന്നുകളൊക്കെ നിർത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2010 ഒക്ടോബർ മാസത്തിൽ 9-ാം തീയതിയിലെ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ യേശു അനേകരെ സുഖപ്പെടുത്തുന്നതിനെ കുറിച്ച് കണ്ടത്. എന്നെയും സുഖപ്പെടുത്തണമേ എന്ന് ആ സമയത്ത് എൻ്റെ ഹൃദയം ഉരുകി ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖത്ത് നിന്ന് ശരീരത്തിൽ നിന്നും പാടുകളെല്ലാം പരിപൂർണമായി അപ്രത്യക്ഷമായി. ഇപ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിൽ ഒരു പാടും കാണാനില്ല. കാണുന്നവരെല്ലാം എന്ത് മരുന്നാണ് ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. എനിക്കൊരു ഉത്തരമേ ഉള്ളൂ, എൻ്റെ മരുന്ന് അഭിഷേകാഗ്നി. എൻ്റെ കർത്താവിന് ഞാൻ കോടാനുകോടി നന്ദി സ്തുതി അർപ്പിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കോയമ്പത്തൂരിൽ നിന്ന് ഒരു സിസ്റ്റർ തൻ്റെ ജീവിതത്തിൽ അഭിഷേകാഗ്നിയുടെ സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ സംഭവിച്ച ദൈവശക്തിയുടെ വലിയൊരു അത്ഭുതത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. 2 കരങ്ങളും തുറന്ന് പിടിക്കാം, കണ്ണുകൾ അടച്ചു പിടിക്കാം. ഓരോരുത്തരും അവരായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഇരിക്കുക. രോഗികൾ കിടക്കയിൽ തന്നെ ഇരിക്കട്ടെ. കഠിനമായ ത്വക്ക് രോഗങ്ങളുള്ളവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗമുള്ളവർ പ്രാർത്ഥിക്കുന്നു. പിത്താശയ സംബന്ധ രോഗങ്ങളാൽ ക്ലേശിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. ഒടിഞ്ഞ അസ്ഥികളുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. കഠിനമായ തലവേദനകളും കഠിനമായ ഹൃദ്രോഗ നിമിത്തം ഭാരപ്പെടുന്നവർ ഇപ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 19-ാം തിരുലിഖിതം, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാ രോഗികളെയും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 15-ാം തിരുലിഖിതം, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും.
അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അത് ക്ഷമിക്കും. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അവനോട് അത് ക്ഷമിക്കും. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, കാലങ്ങളായി രോഗത്തിലും പാപത്തിലും വേദനയിലുമാണ്. എന്നെ സുഖപ്പെടുത്താൻ ആർക്കും കഴിയുന്നില്ല കർത്താവേ. ബെത്സൈദ കുളക്കരയിൽ 38 വർഷമായി രോഗിയായി കിടന്ന് ഒരാൾ പോലും സഹായത്തിലത് വേദനിച്ച ആ എളിയ പൈതലിനെ പോലെ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ഒരുപാട് വേദനിക്കുകയാണ്. എന്നെ രക്ഷിക്കാൻ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവശനാം തളർവാദ രോഗിയാണു ഞാൻ. യേശുവേ, സഹായഹസ്തങ്ങൾ നീട്ടുവാൻ പോലും ആരുമില്ലാതെ കേഴുന്നു ഞാൻ. നിരാലംബനായി കീഴുന്നു ഞാൻ. കർത്താവേ, സുഖമാക്കണേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ സുഖമാക്കണേ. കരഞ്ഞു നിലവിളിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. സുഖമാക്കണേ. ഇപ്പോൾ സുഖപ്പെടുത്തണമേ, സ്പർശിക്കണമേ. യേശുവേ സുഖമാക്കണേ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനസ്സ് തുറന്ന് സ്തുതിക്കുക. രോഗത്തെ സമർപ്പിച്ച് സ്തുതിക്കുന്നു. തകർച്ചകൾ സമർപ്പിക്കുന്നു. തഴക്കദോഷങ്ങൾ സമർപ്പിക്കുന്നു. പാപ സ്വഭാവങ്ങൾ സമർപ്പിക്കുന്നു. മോചനയില്ലാത്ത അടിമത്തങ്ങൾ സമർപ്പിക്കുന്നു. കുടുംബത്തിന്റെ കണ്ണുനീര് സമർപ്പിക്കുന്നു. വേദന സമർപ്പിക്കുന്നു. കുടുംബത്തിന്റെ എല്ലാ അധപതനങ്ങളെയും സമർപ്പിക്കുകയാണ്. കടബാധ്യതകളെ സമർപ്പിക്കുന്നു. എല്ലാ ഹൃദയ നൊമ്പരങ്ങളും സമർപ്പിക്കുക. മകനെ, മകളെ, യേശു നിന്റെ അരികിലുണ്ട്. ഇതാ അവിടുന്ന് നിന്നെ രക്ഷിക്കുന്ന സമയമാണിത്. നീ കരഞ്ഞ് ഹൃദയം നുറുങ്ങി വിളിക്കുക. കരങ്ങൾ ഉയർത്തുന്നു. എല്ലാ കുട്ടികളും കരങ്ങൾ ഉയർത്തട്ടെ. എല്ലാ യുവതിയുവാക്കന്മാരും കരങ്ങൾ ഉയർത്തട്ടെ. കുടുംബനാഥ സമൂഹം മുഴുവൻ കരങ്ങൾ ഉയർത്തി ഹൃദയം നുറുങ്ങി സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 സുഖപ്പെടുത്തണമേ, 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 സുഖപ്പെടുത്തണമേ. ഉറക്കെ ഉറക്കെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. സ്പർശിക്കണമേ കർത്താവേ. രോഗത്തിലേക്ക് ദൈവശക്തി നിറയട്ടെ. ക്ഷീണത്തിലേക്ക് ദൈവശക്തി നിറയട്ടെ. എല്ലാ ആത്മീയ ബന്ധനങ്ങളും അഴിയട്ടെ കർത്താവേ. തിന്മയുടെ കെട്ടുകൾ തകരട്ടെ കർത്താവേ. വിടുതൽ സംഭവിക്കട്ടെ കർത്താവേ. അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ കർത്താവേ. ഇപ്പോൾ കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. സുഖമാക്കണേ. യേശുവേ സുഖമാക്കണേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 17-ാം തിരുലിഖിതം വായിക്കുകയാണ്. രോഗികളെ സുഖപ്പെടുത്താനുള്ള ശക്തി അവൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. ആ യേശു കർത്താവ് ഈ വചന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന അത്ഭുത ശക്തിയാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ശരീരങ്ങളിലും കുടുംബങ്ങളിലും ഇന്ന് അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി തന്നെ വലിയ വിടുതലുകളും സൗഖ്യങ്ങളും ചൊരിയും. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് പരസ്പരം പഠിപ്പിക്കുക. ഹെബ്രായ ലേഖനത്തിൽ 3-ാം അധ്യായത്തിലെ 13-ാം